പുരാണത്തിൽ നിന്നുള്ള പേരുകളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ XYZ എന്നൊക്കെയുള്ള പേരിട്ട് നടക്കേണ്ടി വരും അല്ലേ? പുരാണത്തിൽ ഇല്ലാത്ത പേരെവിടെയാണ്? മാധവനെന്നും രാമനെന്നും കൃഷ്ണനെന്നും ജാനകിയെന്നും സീതയെന്നും ഒക്കെയാണ് നമ്മുടെയൊക്കെ പേരുകൾ. അതൊക്കെ തന്നെയാണ് സിനിമയിലുള്ള ആളുകളുടെയും പേരുകൾ ഉണ്ടാവുക. അല്ലാതെ സിനിമയിലാക്കിയായിട്ട് നമുക്ക് വേറെ പേരൊന്നും കണ്ടെത്താനും കഴിയില്ല. കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ കൂടി ഭാഗമായിട്ടാണ് ഇത്. ഒരു സാംസ്കാരിക ദേശീയത ഉണ്ടാക്കുക. ഈ സാംസ്കാരിക ദേശീയത എന്താ? ഭൂരിപക്ഷ മതത്തിൻ്റെ, ഹിന്ദു മതത്തിൻ്റെ ദേശീയതയാക്കി അതിനെ മാറ്റുക. ഭരണകൂടത്തിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ അടിച്ചമർത്തുന്നതിന് ഈ സെൻസർ ബോർഡിനെ ഉപയോഗിക്കുന്നത് ഇതാദ്യമായിട്ടല്ല വരുന്നത്. പ്രത്യേകിച്ചും മോദി ഭരണകൂടം വന്നതിന് ശേഷം അത് വളരെ കൃത്യമാണ്. മറ്റൊന്ന്, ഇപ്പോൾ ഈ സുംബ ഡാൻസിനെ കുറിച്ച് കൂടിയാണ് നമ്മളുടെ ഈ ചർച്ചയിൽ പറഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത്. ഒരു ആധുനിക മതേതര ജനാധിപത്യ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള മതയാഥാസ്ഥിതികത അതിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെയും മതേതര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇടപെടുന്നത് എന്ത് വില കൊടുത്തും നമ്മൾ എതിർക്കേണ്ടതുണ്ട്. സമസ്തയെ പോലെ അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള മതസംഘടനകളും ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ വിഷയങ്ങളിൽ ഇടപെടുന്നത് നമ്മൾ എതിർക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ചും സ്ത്രീകളുടെ വസ്ത്രധാരണത്തിൻ്റെ, സ്ത്രീകളുടെ ശരീര സ്വാതന്ത്ര്യത്തിൻ്റെ, ആൺകുട്ടികളും പെൺകുട്ടികളും ആണുങ്ങളും പെണ്ണുങ്ങളും ഇടകലർന്ന് സംസാരിക്കുന്നതിൻ്റെയും ഇടപഴകുന്നതിൻ്റെയും ഒക്കെ കാര്യത്തിൽ നമ്മൾ ഇത്തരം മതസംഘടനകളുടെ ഇണ്ടാസുകളെ ഭയപ്പെട്ട് പിന്മാറരുത് എന്നാണ് ഒരു ആധുനിക സമൂഹം ചെയ്യേണ്ടത്.